ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതേപോലെ മടിയന്മാരായ കുറേ സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും വേണ്ടി ഉണ്ടാക്കുന്ന അടിപൊളി റെസിപ്പിയാണ്. ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും 4 ടേബിൾ സ്പൂൺ മല്ലിയും 2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഏലക്ക 6 എണ്ണം, ഗ്രാമ്പു 7 എണ്ണം, 3 പീസ് പട്ട, ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. 2 തക്കാളി, 2 വലിയ സൈസിലുള്ള ഉള്ളി, കുറച്ച് കറിവേപ്പില. ഇനി ഗരം മസാല ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലപോലെ ഒരു മൂത്ത മണം വരും, ഒന്ന് കളർ ചേഞ്ച് ആവുകയും ചെയ്യും. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പാകമായി നല്ല മണം വന്നാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ചൂടാറിക്കഴിഞ്ഞാൽ നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി. പിന്നെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബീഫ് നല്ലപോലെ കഴുകി വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം വാർന്നു കഴിഞ്ഞാൽ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 50 ഗ്രാം ഇഞ്ചി, 25 ഗ്രാം വെളുത്തുള്ളി, ഇത് ചെറുതായിട്ട് അരിഞ്ഞോ അല്ലെങ്കിൽ ചതച്ചോ ചേർത്ത് കൊടുക്കണം. പിന്നെ 2 തക്കാളിയും കട്ട് ചെയ്ത സവാള, അതേപോലെ തന്നെ കറിവേപ്പില, ഇത് ഇത്രയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പിൻ്റെ പൊടിയും ഗരം മസാല ഉണ്ടല്ലോ നമ്മൾ പൊടിച്ചെടുത്തത്, അതും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊരു 4 മിനിറ്റെങ്കിലും ഞെരടിയെടുക്കണം. നല്ലപോലെ തിരുമ്മണം. തക്കാളിയിൽ നിന്നും സവാളയിൽ നിന്നെല്ലാം ജ്യൂസ് ഇറങ്ങി വരുമല്ലോ, ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. എൻ്റെ കുക്കറിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തു. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കുതിർത്തെടുക്കണം. ബിരിയാണി അരി, നിങ്ങളുടെ ഇഷ്ടമുള്ള ബിരിയാണി അരി. ഞാനിപ്പോൾ 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ബീഫിന് 1 കിലോ റൈസ് എടുക്കാം. എനിക്കിപ്പോൾ 1/2 കിലോ ആവശ്യമേ ഉള്ളൂ. നല്ലപോലെ കഴുകി വെള്ളം വാലാൻ വേണ്ടി വെക്കുക. ഇനി വെള്ളം തിളപ്പിച്ചെടുക്കണം. 1 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഗരം മസാല ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ, അതേപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം, ഇത് ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 1/2 കിലോ അരിക്ക് ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ദാ ഇവിടെ അരി നല്ലപോലെ കുതിർന്ന് വന്നു. ഇനി നമുക്ക് വെള്ളം വാലാൻ വേണ്ടി മാറ്റി വെക്കാം. ഓക്കെ അല്ലേ? ഇനി ഈ സമയം കൊണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടാവും. തിളച്ചതിന് ശേഷം നമുക്ക് അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വെള്ളം തിളപ്പിച്ചെടുത്തത്. അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അരി ഇട്ട ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം, അല്ലെങ്കിൽ അടിഭാഗത്ത് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. ഇനി നല്ലപോലെ മിക്സാക്കി ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ 6 മിനിറ്റ് വേവിച്ചെടുത്തു. അപ്പോൾ ഓരോ അരിക്കും ഓരോ വേവായിരിക്കും. 6 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കണം. ഏകദേശം 80 മുതൽ 90% വെന്താൽ മതി. ഞാനിവിടെ ഹൈദരാബാദി ബിരിയാണി അരി എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും, അതാണ് എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ചില അരിക്ക് 7 മിനിറ്റോ 8 മിനിറ്റോ ഒക്കെ വേണ്ടി വരാം. 6 മിനിറ്റ് ആകുമ്പോൾ നോക്കണം. നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ 1 മിനിറ്റോ 2 മിനിറ്റോ കൂടുതൽ വേവിച്ചാൽ മതി. എന്നിട്ട് വെള്ളം വാലാൻ വേണ്ടി വെക്കുക. ദാ ഇവിടെ ബീഫെല്ലാം നല്ലപോലെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഒരു തുള്ളി എണ്ണ പോലും ഈ ബീഫിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ വളരെ ലളിതമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതേപോലെ നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി റെസിപ്പിയാണിത്. ഇനി നമ്മൾ ഈ പാൻ ഉണ്ടല്ലോ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചിട്ട് ഈ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റണം. കൂടുതൽ കുറുകി പോവണ്ട, നല്ല ഡ്രൈ ആയി പോവണ്ട. അത്യാവശ്യം ജ്യൂസി പോലെ ആയിരിക്കണം, കുറച്ച് ഗ്രേവി വേണം. എന്നിട്ട് ഇതിലേക്ക് അല്പം വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ 2 സവാള നന്നായിട്ട് ഗോൾഡ് കളറാവുന്ന രീതിയിൽ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതേപോലെ ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത്
വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. ഇനി ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് റൈസും കൂടി ചേർത്ത് കൊടുക്കണം. അടിപൊളി ടേസ്റ്റുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറും കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ദമ്മിട്ട് ഈ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും എളുപ്പത്തിലുള്ള ഒരു ബിരിയാണി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് കാണില്ല. അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തീരില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. ഞാൻ ആവി മുകളിലേക്ക് പെട്ടെന്ന് വരാൻ വേണ്ടി ഇതേപോലെ ഓൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ, ഞാൻ തേങ്ങെണ്ണയിലാണ് ഫ്രൈ ചെയ്തത്. ആ എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. സാധാരണ കാറ്ററിംഗ് അതേപോലെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ, ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നെയ്ച്ചോറിലേക്ക് 50 ml നെയ്യും 50 ml വെളിച്ചെണ്ണയുമാണ് 1/2 കിലോ അരിക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത്ര എണ്ണയും നെയ്യൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മാറ്റമൊക്കെ വരുത്താം. പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വീഡിയോക്ക് ഒരു ഭംഗിയെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം മസാല ഞാൻ എടുത്തിട്ട് ആ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയും പിന്നെ കാണാൻ ഭംഗിയും ഒക്കെയാണ്. എന്നിട്ട് മൂടി വെക്കണം. അടിയിൽ പഴയൊരു പാൻ വെച്ച് കൊടുക്കണം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ചെറിയ തീയിൽ 15 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മസാല നല്ല പോലെ ഡ്രൈ ആവാൻ പാടില്ല. അതേപോലെ അടിയിൽ നല്ല പോലെ ഫ്ലെയിം വെക്കാനും പാടില്ല. ചെറിയ തീയിലാണ് ദം ചെയ്തെടുക്കേണ്ടത്. മസാലയ്ക്കും നെയ്ച്ചോറിനും രണ്ടും ചൂടുണ്ടായിരിക്കണം ദം ചെയ്യുന്ന സമയത്ത്. ആ ഒരു കാര്യവും എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി 15 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഒരു ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും മല്ലിയിലയും അതേപോലെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ബീഫ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊന്നല്ല, മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെർവ് ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. ഇനി ചോറ് നന്നായിട്ട് ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കുന്നുണ്ട്. നമുക്കിതേപോലെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് പ്ലേറ്റിലാണ് സെർവ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടിയിലുള്ള മസാലയും മുകളിലുള്ള റൈസും ഒക്കെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബിരിയാണി ഉണ്ടല്ലോ, ഇത്ര എളുപ്പത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ ബിരിയാണി ആകുമ്പോൾ ചിക്കൻ കുക്കറിൽ വേവിക്കണ്ട, നമുക്ക് അടുപ്പിൽ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ബിരിയാണി ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.